ഇന്ന് രാത്രി നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 5 മുതലുള്ള വേദവചനം പഠിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ചിന്തയാണ് രഹസ്യ സ്ഥലത്തിന്റെ നിലപാട് എന്ന് ഉള്ള ഒരു ചിന്തയാണ് ഇവിടെ നമുക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുന്നല്ലോ അവിടെ എന്താണ് പറയുന്നത്? കപടഭക്തിക്കാരെ പോലെ ആകരുതെന്നൊരു പദം പറയുന്നു. അപ്പോൾ കപടഭക്തിയുള്ളവർ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് ഇവിടെ വ്യക്തമാക്കുന്നു. അവർ മനുഷ്യർക്കാണ് വിളങ്ങേണ്ടതിന്, മനുഷ്യരവരെ പ്രശംസിക്കേണ്ടതിന് പള്ളികളിലും തെരുക്കോണികളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ ഇടയാകുന്നു? പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവം പറയുന്നു അവർക്ക് എന്ത് കിട്ടി? പ്രതിഫലം കിട്ടിപ്പോയി. ഓക്കെ, കഴിഞ്ഞ ദിവസം ചിന്തിച്ച വേറൊരു വിഷയമാണ്. മനുഷ്യർ കാണേണ്ടതിന് ദാനധർമ്മം ചെയ്യുന്നു, അതുകൊണ്ട് അവർക്കുള്ള പ്രതിഫലം കിട്ടിപ്പോയി. പക്ഷെ ദൈവത്തിൽ നിന്ന് അവർക്ക് പ്രതിഫലം കിട്ടിയില്ല. അപ്പം മനുഷ്യർ കാണാൻ പാടില്ലാത്ത ഒരു ആത്യന്തികമായ സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലവും ലഭിക്കുകയുള്ളൂ. അതേപോലെ ഒരു പാറ്റേൺ ആണ് ഈ പ്രാർത്ഥന എന്ന വിഷയത്തിൽ. ഇവിടെ ദൈവവചനം പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിഷയം ഇവിടെ ഊന്നൽ നൽകിയാണ്. നമുക്കറിയാം പലപ്പോഴും പല നിലയിലുള്ള പ്രാർത്ഥനകളുണ്ട്. ഭവന പ്രാർത്ഥനകളുണ്ട്, കൂട്ടുകുടുംബ പ്രാർത്ഥനകളുണ്ട്, പള്ളികളിൽ പ്രാർത്ഥനകളുണ്ട്. ഹല്ലേലൂയ, പല നിലകളിൽ പ്രാർത്ഥന. ഒരു കുഞ്ഞിനെ കിട്ടിയാൽ നമ്മൾ പ്രാർത്ഥിക്കും. ഒരു വീട് പ്രതിഷ്ഠ, അതുപോലെ പല നമുക്കറിയാമല്ലോ. ഓരോ വണ്ടിയെ കയറുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, വീട്ടിൽ കയറി വരുമ്പോഴും പ്രാർത്ഥിക്കും, ആഹാരത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കും. പല നിലകളിലുള്ള പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് രാത്രി ദൈവവചനം പഠിപ്പിക്കുന്ന ഈ ചിന്തയിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യർ വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണികളിലും പ്രാർത്ഥിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നു, അവർക്കുള്ള പ്രതിഫലം കിട്ടിപ്പോയി എന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്: നീയോ രഹസ്യത്തിൽ ഇരിക്കുമ്പോ, അല്ലെങ്കിൽ നീയോ പ്രാർത്ഥിക്കുമ്പോ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുക. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമുക്ക് എന്ത് ചെയ്യും? പ്രതിഫലം തരും. എന്നിട്ട് വീണ്ടും അവിടെ വചനം പറയുന്നു, ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്, അതുകൊണ്ട് അവരോടൊപ്പം തുല്യരാകരുത്. എന്നിട്ട് തിരുവനന്തപുരത്ത് പറയുന്നത് ഇങ്ങനെയാണ്, എന്താണ് പറയുന്നത്? നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമ്മുടെ വിഷയം ആർക്കറിയാം? ദൈവത്തിന് അറിയാം എന്ന് പറയാനിടയായി. എന്നിട്ട് യേശു പ്രാർത്ഥനയുടെ ഒരു രീതി വ്യക്തമാക്കും. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. എന്താണ് ആ പ്രാർത്ഥന വാചകം? നമുക്ക് നന്നായിട്ട് അറിയാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്നിങ്ങനെയുള്ള അക്കമിട്ടുള്ള ഒരു പ്രാർത്ഥന രീതി വ്യക്തമായി അവിടെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ദൈവത്തിന്റെ ഹൃദയം? നമ്മൾ ഈ ബൈബിൾ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയം ആരായുക എന്നുള്ള, ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നില്ല നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ വാസ്തവത്തിൽ കർത്താവിന്റെ പ്രാർത്ഥനയാണെങ്കിൽ പോലും അത് കുറച്ചുകൂടെ നമ്മൾ മനസ്സിലാക്കി ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഇത് ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാണ് എന്ന് വേണേ വിളിക്കാം. എന്ന് പറഞ്ഞാൽ, കാരണം യേശു ശിഷ്യന്മാരോടാണ് പറയുന്നത് ഈ വണ്ണം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണമെന്ന് വ്യക്തമായി പറയാൻ ഇടയാകുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് പിതാവിന്റെ ഹൃദയം. എല്ലാവരും ശ്രദ്ധിക്കുക, പിതാവിന്റെ ഹൃദയം, അതായത് സ്വർഗത്തിന്റെ ആ മാതൃക, യഥാർത്ഥ ആത്മീയമായ സ്വഭാവം, ദൈവത്തോടുള്ള കൂട്ടായ്മ മനുഷ്യാത്മാവിന്റെ പരിവർത്തനത്തെ വെളിപ്പെടുത്തുന്നു എന്നാണ്. അപ്പൊ ഒരു ദൈവത്തിന്റെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ എന്തെല്ലാം സംവിധാനം ഇവിടെ വരുന്നു? 1, പിതാവിന്റെ ഹൃദയം; 2, സ്വർഗത്തിലെ മാതൃക; 3, യഥാർത്ഥമായ ആത്മീയതയുടെ സ്വഭാവം, ദൈവത്തോടുള്ള കൂട്ടായ്മ എന്നിങ്ങനെയുള്ള അക്കമിട്ട ഘടകങ്ങളിലൂടെയാണ് ഒരു മനുഷ്യനെ യഥാർത്ഥമായ രൂപാന്തരത്തിലേക്ക് മാറുന്നത്. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ ഇത്രയും സംവിധാനം ആവശ്യമായിരിക്കുന്നു. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? നമ്മൾ ഒറ്റയ്ക്ക് രൂപാന്തരപ്പെടാൻ പറ്റത്തില്ല. ഒറ്റയ്ക്ക് നമ്മുടെ മനസ്സ് മാറ്റിയെടുക്കാൻ കഴിയത്തില്ല. ഇതിന് സ്വർഗീയ സാന്നിധ്യം ആവശ്യമാണ്, പിതാവിന്റെ ഹൃദയം ആവശ്യമാണ്, ആത്മീകമായ സ്വഭാവം ആവശ്യമാണ്, ദൈവത്തോടുള്ള കൂട്ടായ്മ ആവശ്യമാണ്. ഇങ്ങനെയുള്ള അത്യന്തപേക്ഷിതമായ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ മനുഷ്യൻ ഉണ്ടാകേണ്ടുന്ന നിസ്തുല്യമായ സ്വഭാവ രൂപാന്തരം, സ്വഭാവ രൂപീകരണം ഇവിടെ സംഭവിക്കുകയുള്ളൂ എന്ന് ഈ
വേദപുസ്തകത്തിൽ ഈ പ്രാർത്ഥന വിഷയത്തിൽ ആസ്ത്രമാക്കി നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കി തരും. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കുക, പ്രാർത്ഥനയെ കുറിച്ചുള്ള യേശുവിന്റെ പഠിപ്പിക്കൽ. അവിടെ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് യഥാർത്ഥമായി മനുഷ്യന് ലഭിക്കേണ്ടുന്ന ദൈവത്തിന്റെ ഇടപെടലുകളെ ഗ്രഹിപ്പാൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ രുചിച്ചറിയുവാൻ വളരെ സ്ഫോടനാത്മകമായ അല്ലെങ്കിൽ ജീവിതത്തെ മാറ്റിമറിക്കത്തക്ക നിലയിൽ സമ്പന്നമായ ഒരു ആത്മീയ സത്ത ഉൾക്കൊള്ളത്തക്ക നിലയിൽ ശക്തമായ ഒരു പ്രാർത്ഥനയുടെ മോഡലാണ് ഇവിടെ യേശു കർത്താവ് കാണിച്ചു തരുന്നത്. നോക്കണേ, കേവലം പറയാൻ എളുപ്പമാ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണമെന്ന് നിന്റെ നാമം വിശദീകരിക്കുമ്പോൾ ഇങ്ങനെ അക്കമിട്ട് പടപടപടാന്ന് പറയാനൊക്കെ എളുപ്പമാണ്. പക്ഷെ ഇതിനകത്ത് പവിത്രമായി നിക്ഷിപ്തമായിരിക്കുന്ന ആത്മീയ സ്ഫോടന ശക്തി തിരിച്ചറിയണം, ആത്മീയ സത്ത തിരിച്ചറിയണം. ജീവിതത്തെ മാറ്റിമറിക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന പ്രാർത്ഥനയുടെ ഈ മൂല്യം ഗ്രഹിച്ചറിയണം. ഇത് ഗ്രഹിച്ചറിഞ്ഞ ഒരു ആത്മീയൻ ഒരിക്കലും ഈ ലോകത്തിൽ പരാജയപ്പെടുകയില്ല എന്ന് ഇവിടെ വിളിച്ചു പറയുകയാണ്. ഇതിന്റെ കാര്യങ്ങളോട് ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയുടെ മഹത്വം അറിഞ്ഞ ഒരു ആത്മീകനും ജീവിതത്തെ നശിപ്പിക്കാൻ സമ്മതിക്കത്തില്ല, ആത്മഹത്യ ചെയ്യാൻ തയ്യാറാകത്തില്ല, കുടുംബം തകർന്നു പോകാൻ സമ്മതിക്കത്തില്ല, തലമുറകൾ അനാഥപ്പെട്ടു പോകാൻ സമ്മതിക്കത്തില്ല. അത്രമാത്രം ഗംഭീരവും മഹത്വവും ശക്തവുമായ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ ദൈവം പഠിപ്പിക്കുന്നത്. ഇവിടെ തെളിവെടുത്ത് പഠിക്കുമ്പോൾ എന്താണ് പറയുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്, കപട നാട്യക്കാരെ പോലെ ആകരുത് എന്ന് ഇവിടെ വ്യക്തമാക്കിയാണ്. ഇതിന്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ യഹൂദ മതത്തിൽ പൊതു പ്രാർത്ഥന എന്ന് പറയുന്ന മതജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ജൂതന്മാർ ദിവസത്തിൽ 3 തവണ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും, അങ്ങനെ 3 നേരം പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഒരു മോഡൽ എന്ന വണ്ണം ദാനിയേലിന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 10-ാം വചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ദാനിയേൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എന്ത് ചെയ്തു? പ്രാർത്ഥിക്കുന്നു എന്നൊരു നമുക്ക് കാണാൻ കഴിയുന്നു. അതേ സിസ്റ്റം ഇവിടെ സിനഗോഗുകളിലും തെരുവു മൂലകളിലും ആളുകൾ, ജൂതന്മാർ എന്ത് ചെയ്തു? 3 നേരം പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ശൈലി അവരുടെ ജീവിതത്തിലുണ്ട്. അത് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ പ്രേക്ഷകരായിട്ടും വരുവാൻ ഇടയാകുന്നുണ്ട്. അപ്പൊ ദൈവപുത്രനായ യേശു കർത്താവ് ഇത് കണ്ടിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട ഭക്തിക്കാരെ പോലെ ആകരുത്. കാരണം ഇവർ സിനഗോഗുകളിലും തെരുക്കോണുകളിലും പള്ളികളിലും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഒരു ശൈലി അവർ അവതരിപ്പിക്കുമ്പോൾ, അവർ അകത്തളത്തിൽ കാണുന്ന ഒരേ ഒരു ചിന്തയുള്ളൂ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് ആരറിയണം? പറഞ്ഞാട്ട് എന്നെ കാണുന്ന പ്രേക്ഷകർ അറിയണമെന്നുള്ളൊരു കാഴ്ചപ്പാട്. വാസ്തവത്തിൽ അവർക്കൊരു മാനസാന്തരം ഉണ്ടാകണമെന്നോ, ദൈവത്തെ അടുത്തറിയണമെന്നോ, ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കണമെന്നുള്ള ചിന്തയിലൊന്നും വന്ന് പ്രാർത്ഥിക്കുന്നവരല്ല. അതുകൊണ്ട് അവരുടെ ഹൃദയം അറിയുന്ന യേശു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. കപടഭക്തിക്കാരെന്താണ് ചെയ്യുന്നത്? അവർ തെരുക്കോണുകളിലും മുക്കിലും മൂലയിലും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നും അങ്ങനെ തന്നെയൊക്കെയാണ് ഏറെക്കുറെ നടക്കുന്നത് നമ്മുടെ ലോക രാജ്യങ്ങളിൽ. എല്ലാ പട്ടണങ്ങളിലും മുക്കിലും മൂലയിലും ഓരോ മതവിഭാഗക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രാർത്ഥിക്കുവാൻ ചെറിയ ചെറിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ നടുവിൽ വന്ന് ഒരുപാട് പേര് നിലവിളിക്കുകയും കരയും നെഞ്ചത്തടിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം മനസ്സിലാക്കുന്നത് ആത്യന്തികമായി ദൈവത്തോടുള്ള അഭേദ്യ ബന്ധം സ്ഥാപിക്കാനല്ല ഇവർ കടന്നു വരുന്നത്. ഇവർ അവരുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയും അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ ജീവിതത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടിയും പ്രാർത്ഥനയ്ക്കായി പരസ്യമായി വെളിപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവരെ കുറിച്ച് പറയുന്നു, അയ്യോ കപടഭക്തിക്കാരെ, നിങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചു. നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തിങ്കിൽ നിന്നും പ്രതിഫലം കിട്ടത്തില്ല. കാരണം നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ്? ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് ആ ഒരു ചിന്ത നിങ്ങളിൽ ഫീൽ ചെയ്യുന്നല്ലോ. ആ ഫീലിംഗ് എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഇവിടെ വ്യക്തമാക്കിയാണ്.
ഇനി ഇതിന്റെ മഹത്വമേറിയ ഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു വരണം. ഇവിടെ യേശു കർത്താവ് ശക്തമായിട്ട് പറയുന്നു, രഹസ്യ സ്ഥലത്ത് നിന്ന് കഴിച്ചുകൂട്ടുന്ന യാഗമാണ് ദൈവം പ്രസാദിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നത്, 91 സങ്കീർത്തനത്തിൽ 1 വചനം എന്താണ് പറയുന്നത്? ദാവീദ് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും, എല്ലാവർക്കും അറിയാമല്ലോ, സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കണം, അത്യുന്നതന്റെ രഹസ്യ സ്ഥലത്ത് വസിക്കണം, സർവശക്തന്റെ നിഴലിൽ കീഴിൽ വസിക്കണം. അപ്പൊ ഒരു രഹസ്യ സ്ഥലം ഇവിടെ ആവശ്യമായിരിക്കുന്നു. ഇതൊരു ഭൗതിക സ്ഥാനമല്ല പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു അറയെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ സ്വർഗം ഭൂമിയെ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമാണ് ആ അറ എന്ന് പറയുന്നത്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഒരു അറയുണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി. ഇടയ്ക്ക് വിശുദ്ധ കരങ്ങളെ ഒന്ന് ഉയർത്തിക്കാട്ടെ. ആമേ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ദൈവത്തെ കണ്ടുമുട്ടണം, അതിന് ഹൃദയത്തിനകത്തൊരു രഹസ്യ സ്ഥലം സംജാതമാകണം. അപ്പം ദൈവത്തെ കണ്ടുമുട്ടുന്ന രഹസ്യ സ്ഥലം എന്താണെന്ന് മനസ്സിലാക്കൂ. ആ വാതിൽ ഇവിടെ തുറന്നേ മതിയാക്കിക്കൊള്ളൂ, ആ മുറി നമ്മൾ കണ്ടുപിടിച്ചേ മതിയാക്കിക്കൊള്ളൂ. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ മുമ്പാകെ ഒരുവൻ കടന്നു വരുമ്പോൾ തിരുവെടുത്ത് പറയുന്നു, സകലതും നഗ്നവും മലർന്നവുമാണ്. എന്താണ്? സകലതും നഗ്നവും മലർന്നവുമാണ്. അപ്പൊ സത്യസന്ധവും നഗ്നവുമായ ഒരു ആത്മീയ അന്തരീക്ഷമാണ് ഈ മുറി എന്ന് വിശേഷിപ്പിക്കാം. മറ്റെല്ലാ ശബ്ദങ്ങളെ അടച്ചു നിർത്തിക്കൊണ്ട് ശബ്ദത്തെ, ഈ ലോകത്തിലെ ശബ്ദത്തെ കേൾക്കാൻ കഴിയാതെ വണ്ണം, ഈ ലോകത്തിലെ ചിന്തകൾ കടന്നു വരാൻ കഴിയാത്ത വണ്ണം, ഈ ലോകത്തിലെ ലാലസ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ കടന്നു വരാൻ കഴിയാത്ത വണ്ണം ആന്തരികമായ അകത്തെ ഒരു മുറി, ആന്തരികമായ അകത്തെ ഒരു മനുഷ്യന് ദൈവവും മനുഷ്യനുമായി കണ്ടുമുട്ടുന്ന രഹസ്യ മുറി ഇവിടെ വെളിപ്പെടണം. അതാണ് തിരുവെടുത്ത് പറയുന്നത്, അത്യുന്നതന്റെ മറവിൽ, അത്യുന്നതന്റെ രഹസ്യ സ്ഥലത്ത് വസിക്കണമെന്ന് പറയുന്നത്, സർവശക്തന്റെ നിഴലിൽ വസിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ആ നിഴൽ ഇവിടെ കണ്ടുവരണം, നിഴൽ ഇവിടെ കൊണ്ടുവരണം. സർവശക്തൻ വസിക്കുവാൻ തക്കണം ഇടയാകുന്ന ഒരു രഹസ്യ സ്ഥലമുണ്ട് പ്രിയമുള്ളവരെ, അതിവിടെ കൊണ്ടുവരണം. അത് അറിയാത്തിടത്തോളം കാലം ഞാൻ നിങ്ങളും എന്തുമാത്രം പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന എല്ലാം വ്യർത്ഥമായി മാറും. കാര്യങ്ങൾ ഇവർ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ തിരുവെടുത്ത് പറയുമ്പോൾ ഇവിടെ ജാതികൾ ജൽപ്പനം ചെയ്യുന്നു, പുറം ജാതികൾ മന്ത്രങ്ങൾ ഉരുവിടുന്നു. അതാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പൈതൽ മന്ത്രങ്ങൾ ഉരുവിടാനുള്ളവരല്ല, ജൽപ്പനം ചെയ്യാനുള്ളവരല്ല എന്ന് ഇവിടെ യേശു ശക്തമായി ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, ആവർത്തന വിരസതയുള്ള വ്യർത്ഥമായ ആവർത്തനത ഉളവാക്കുന്ന ബുദ്ധിശൂന്യമായ യാന്ത്രികമായ പ്രസ്താവനകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥന ഒരിക്കലും ദൈവത്തോട് അടുപ്പിക്കത്തില്ല എന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ ഗ്രഹിച്ചു കൊള്ളണം. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പഠിക്കുന്നത് ഇങ്ങനെയാണ്, ആവർത്തിച്ചുള്ള പ്രാർത്ഥന, ബുദ്ധിശൂന്യമായ പ്രാർത്ഥന, യാന്ത്രികമായ പ്രസ്താവന, ഇത് ദൈവം അംഗീകരിക്കുന്നില്ല എന്ന് ദൈവമക്കൾ പൂർണ്ണമായി മനസ്സിലാക്കണം. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ കർത്താവ് ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. കർത്താവ് എന്താ പറയുന്നത്? കപടഭക്തിക്കാരെ പോലെ ആകരുത് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കേൾക്കണം. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം തടസ്സം ചെയ്യുന്നില്ല. രാത്രിയുടെ യാമങ്ങളിലുള്ള പ്രാർത്ഥന ദൈവം തടസ്സം ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ പ്രകസനം ആവശ്യമില്ല എന്ന് ദൈവം ഇവിടെ ആവശ്യപ്പെടുകയാണ്. പ്രകസനം, പ്രകടനം, യാന്ത്രികമായ പ്രസ്താവനയുടെ ആവശ്യമില്ല. ആവർത്തന വിരസത ഉളവാക്കുന്ന പ്രാർത്ഥന ഇവിടെ ആവശ്യമില്ല. ഓരോ പ്രാർത്ഥനയും ജീവിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ശ്വാസമാണെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. നമ്മള് ജീവിക്കണമെങ്കിൽ നമുക്ക് ശ്വാസം വേണമല്ലോ. അങ്ങനെയെങ്കിൽ ആത്മമണ്ഡലത്തിൽ ഒരു ദൈവ പൈതൽ ജീവിക്കണമെങ്കിൽ അവന്റെ ശ്വാസം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഇവിടെ തിരുവെടുത്ത് പഠിക്കുമ്പോൾ
യേശു കർത്താവ്, എനിക്ക് തോന്നുന്നത് നമ്മൾ ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ 44-ാം വചനം വരുമ്പോൾ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരു 3 പ്രാവശ്യം ആവർത്തിക്കുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അങ്ങനെ ഒരു തോന്നലേ ഉള്ളൂ. പക്ഷെ ആ പ്രാർത്ഥനയിൽ ഒരു പുതുക്കമുണ്ട്. അവിടെ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്: യേശു ഗെത്സമന തോട്ടത്തിൽ വരുമ്പോൾ അവൻ മുമ്പോട്ട് വന്നു കവിണ്ണു വീണ് പ്രാർത്ഥിക്കുവാനിടയായി. അപ്പൊ പ്രാർത്ഥിക്കാൻ യേശു കടന്നു വരുമ്പോൾ ശിഷ്യന്മാര് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ശിഷ്യന്മാർ ഉറങ്ങി എന്നുള്ള ഒരു ചിത്രമാണ് അവിടെ കാണാൻ കഴിയുന്നത്. പ്രാർത്ഥനയ്ക്ക് യേശു കടന്നു വരുമ്പോൾ പറയുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ പറയുന്നു, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലല്ല, ദൈവമേ അങ്ങ് ഇച്ഛിക്കുന്നത് പോലെ നിവൃത്തിയാക്കണമെന്ന് പറയുന്ന ഒരു പദമാണ്. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ടിട്ട് പത്രോസിനോട് പറയുന്നു, എന്നോട് കൂടെ ഒരു നാഴിക പോലെങ്കിലും ഒന്ന് ഉണർന്നിരുന്നുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വരുന്നുണ്ട് പ്രാർത്ഥിക്കാൻ. അപ്പോഴും യേശു പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ, ആത്മാവ് ഒരുക്കമുള്ളതോ ജഡമോ ബലഹീനമോ എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയിട്ട് രണ്ടാമതും പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും ആ പ്രാർത്ഥനയിൽ മറ്റൊരു ആവർത്തന വിരസത നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അവിടെ ഇങ്ങനെയാണ്: പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് നീങ്ങിക്കൂടെ ഈ പാനപാത്രം എന്ന് ചോദിക്കുന്നു, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. പ്രാർത്ഥനയ്ക്ക് തന്നെ ഒരു വ്യത്യാസം വന്നു. മനസ്സിലാക്കുന്നുണ്ടോ? വീണ്ടും യേശു അമ്മ പ്രാർത്ഥിക്കാൻ കടന്നു വന്നിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. 44-ാം വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവരെ വിട്ട് മൂന്നാമതും പോയി പ്രാർത്ഥിച്ചു. ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ എല്ലാം ആത്യന്തികമായി യേശു കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവഗതം നിറവേറണം എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ രീതിക്ക് പോലും മാറ്റം വരുത്തിക്കൊണ്ട് ആ പ്രാർത്ഥനയെ തന്നെ നിൽക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള ഒരു പുതുക്കത്തെ ഇവിടെ ഈ പ്രാർത്ഥന വാചകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഓരോ പ്രാർത്ഥനയും ആവർത്തിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയേക്കാൾ അപ്പുറത്ത് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന മനോഭാവത്തോടെ കടന്നു വരുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഒരു പുതുക്കമുണ്ടാകണം, ആ പ്രാർത്ഥനയിൽ ഒരു നവചൈതന്യം ഉണ്ടാകണം, ആ പ്രാർത്ഥനയിൽ ഒരു മാറ്റം ഉണ്ടാകണം. കാരണം ഇത് രഹസ്യ സ്ഥലത്ത് നിൽക്കുന്ന കാഴ്ചയാണ്. ഈ രഹസ്യ സ്ഥലത്ത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ്. ഒരു ഭയങ്കര സ്ഫോടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരു ഭയങ്കര യുദ്ധമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരു ഭയങ്കരമായ അത്ഭുത പ്രതിഭാസമാണ് ഈ പ്രാർത്ഥനയിൽ സംഭവിക്കാൻ പോകുന്നത്. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? നമ്മളൊക്കെ നമ്മുടേതായ രീതിയിൽ അങ്ങ് പ്രാർത്ഥിച്ചു പോകുക, അത് തെറ്റല്ല. നമ്മുടേതായ രീതിയിൽ തന്നെ പ്രാർത്ഥിച്ചു വെക്കും. പക്ഷേ ഈ പ്രാർത്ഥന എന്ന് പറയുന്ന മഹാത്മ്യവും ഒന്ന് ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ദൈവവചനം എന്താണ്, അത് നമ്മളോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ നമ്മള് ഈ വചന പഠനം മുഖാന്തരം ഇടയാകട്ടെ. സമയം വേഗത്തിൽ പോവുകയാണല്ലോ. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ പ്രിയമുള്ളവർ മനസ്സിലാക്കണം, നമ്മൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും മുമ്പേ ആരറിയുന്നു? നമ്മുടെ പിതാവ് നമ്മുടെ പ്രാർത്ഥന അറിയുന്നു എന്നാണ്. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രിയമുള്ളവർ മനസ്സിലാക്കണം, ഇതൊരു ചടങ്ങല്ല, ഇതൊരു ആചാരമല്ല, ഇതൊരു ദൈവിക ഇടപെടലാണ്, ദൈവിക മേഖലയാണ്. എപ്പോൾ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം ഒന്നും ഈ വേദപുസ്തകം പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വണ്ണം പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഈ രീതി, ഈ സിസ്റ്റം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതൊന്ന് പഠിക്കണം. ഇത് വലിയ ആഴമേറിയ സത്യമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, പ്രാർത്ഥന ഒരു ആത്മീയമായ ഒരു ഹോബി അല്ലെന്ന് മനസ്സിലാക്കുക. ഇത് ആത്മാവിന്റെ ശ്വാസമാണ്. പ്രാർത്ഥന നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല, അത് നമ്മൾ പോകുന്ന ഇടമാണ്, അത് കണ്ടുമുട്ടേണ്ട മേഖലയാണ്, ദിവ്യ സാന്നിധ്യത്തിന്റെ ഒരു സങ്കേതമാണ്. ഇവിടെ രൂപാന്തരങ്ങൾ സംഭവിക്കുന്നു, ഇവിടെ യുദ്ധത്തിൽ വിജയം നടക്കുന്നു, ഇവിടെ വലിയ സംഭവമാണ് നടക്കാൻ പോകുന്നത്. ഇതൊരു ചൂളയാണ്, ഇതൊരു രഹസ്യ അറയാണ്. ഇവിടെ ദൈവശക്തിയുടെ പ്രവേശനം നടക്കുന്ന ഇടമാണ്. അതുകൊണ്ട് ദൈവം വചനം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സ്വർഗീയ കൊട്ടാരങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സിംഹാസനത്തിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സിയോൻ പർവ്വതത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കാലത്തിനുള്ളിൽ നിന്ന് നിങ്ങൾ നിത്യതയെ സ്പർശിക്കുകയാണ്.
അതുകൊണ്ട് നിസാരമായി കാണരുത് പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോ. ഹല്ലേലൂയ. നമ്മള് കൈകൂപ്പി പെട്ടെന്നങ്ങ് അമ്മ എന്തോ കാര്യം സാധിക്കാൻ വേണ്ടി അങ്ങ് അസ്തമിപ്പിക്കുന്ന ഒന്നല്ല പ്രിയരെ പ്രാർത്ഥന. ഇത് യഥാർത്ഥമായി നമ്മുടെ പിതാവിനെ അഭിമുഖീകരിക്കുന്ന ഒരു നിമിഷമാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഈ പ്രാർത്ഥനയുടെ ഈ വിഷയം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു നല്ല ശതമാനം രൂപാന്തരം സംഭവിക്കും. നല്ല ഉറപ്പ് എനിക്ക് അതിനകത്തുണ്ട്. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എവിടേക്ക് പ്രവേശിക്കുകയാണ് പറഞ്ഞേ? കൊട്ടാരങ്ങളിലേക്ക് പ്രവേശിക്കുക, സ്വർഗീയ കൊട്ടാരങ്ങളിലേക്ക്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ സിംഹാസനത്തിലേക്ക് പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ ഇരിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാട്ട്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സിയോൻ പർവ്വതത്തിലേക്ക് കയറി വരികയാണ്. ഓക്കെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കാലത്തിനുള്ളിൽ നിന്ന് നമ്മൾ നിത്യതയെ ദർശിക്കുകയാണ്, നിത്യതയെ സ്പർശിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ആരെ കണ്ടുമുട്ടുകയാണ് പറഞ്ഞേ? നമ്മുടെ പിതാവിനെ കണ്ടുമുട്ടുകയാണ്. ഹല്ലേലൂയ. നാം കൃപാസനത്തിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, എബ്രായർ 4:16 പറയുന്നത്, നമുക്ക് കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ കടന്നു വരാം, ഏതു സമയവും കടന്നു വരാം. പ്രാർത്ഥന സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, പ്രാർത്ഥന യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥന ബന്ധപ്പെടുകയാണ്, പ്രാർത്ഥന നിറവിലേക്ക് നയിക്കുകയാണ്, പ്രാർത്ഥന ഒരു ഉച്ച കോടിയിലേക്ക് എത്തിക്കുകയാണ്, പ്രാർത്ഥന ഒരു ഉന്നതമായ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. ദൈവത്തെ മഹത്വത്തോടെ കാണുകയാണ്, ദൈവത്തോട് സംസാരിക്കുകയാണ്, ദൈവത്തിന്റെ രാജ്യത്തിൽ കടന്നു വരികയാണ്, ദൈവത്തെ സ്പർശിക്കുകയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ്, ദൈവത്താൽ ലയിച്ചു ചേരുകയാണ്, ദൈവത്താൽ മറയപ്പെടുകയാണ്. ഇത്ര മഹത്വമുള്ള ഈ പ്രാർത്ഥനയെ നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ പറ്റത്തില്ല പ്രിയരെ. ആളുകൾ റോബോട്ട് രീതിയിലാണ് പോകാൻ ഇഷ്ടം. റോബോട്ട് എന്താ ചെയ്യാ? സ്വിച്ച് ഓൺ ആക്കിയാൽ എന്തൊക്കെ സിസ്റ്റം ചെയ്തിട്ടുണ്ട് അതുപോലെ ആ റോബോട്ട് ചെയ്യും. നമ്മൾ പള്ളി കയറുമ്പം ഒരു ചൊല്ലുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചൊല്ലുണ്ട്, വണ്ടിയെ കയറുമ്പോൾ ഒരു ചൊല്ലുണ്ട്. നമ്മുടെ മനസ്സിൽ ചിലതൊക്കെ അങ്ങ് കാണപ്പാടെ പഠിച്ചു വെച്ചേക്കുക. ആ പഠിച്ചു വെച്ചൊരു ചൊല്ലിയില്ലെങ്കിൽ നമുക്ക് എന്തോ നഷ്ടബോധം പോലെ. ഹലോ, കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ജീവിക്കുന്ന ദൈവത്തെ രുചിച്ചറിഞ്ഞു വേണം സംഭാഷിക്കുവാൻ. പ്രസന്റ് ടൈമിൽ എന്താണോ അതനുസരിച്ച് വേണം നമ്മുടെ സംസാരം. അപ്പനും മകളും എന്നുള്ള ബന്ധം പോലെ, അപ്പനും മകനും എന്നുള്ള ബന്ധം പോലെ വേണം ദൈവവുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ടാണ് ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന പദം പുതിയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യഹൂദന്മാർക്ക് ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന ആ പദം കേൾക്കുമ്പോൾ തന്നെ അവർ ഭയപ്പെട്ടു പോയി. അവർ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇന്ന് വരെ ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്, യഹോവ ശലോം, യഹോവ നിസി, യഹോവ റാഫ, യഹോവ എലോഹി, അഡോണായ് എന്നിങ്ങനെയുള്ള പദങ്ങളെ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ യേശു ഞങ്ങളെ ഒരു പുതിയ പാഠം പഠിപ്പിക്കുന്നു. എന്താണ് പാഠം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അബ്ബാ എന്ന് വിളിക്കുന്ന, അച്ഛാ എന്ന് വിളിക്കുന്ന, പിതാവേ എന്ന് വിളിക്കുന്ന, ഫാദർ എന്ന് വിളിക്കുന്ന ഒരു പുതിയ ശൈലി, ഒരു പുതിയ രൂപം, ഒരു പുതിയ സിസ്റ്റം ഇവിടെ യേശു പഠിപ്പിക്കുന്നു. അവിടെയുള്ള ശിഷ്യന്മാർക്ക് അത് അത്ഭുതമായി പോയി. കാരണം അവർക്കിത് അറിയത്തില്ല. അവർ കേവലം കേട്ട് കേൾവിയുള്ളത് അഡോണായി എന്നുള്ള പദം മാത്രമേ ഉള്ളൂ. യഹോവ ഇരേ, യഹോവ റാഫ, എലോഹി, ഇങ്ങനെയുള്ള പദങ്ങൾ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. പക്ഷെ ഇവിടെ യേശു പുതിയൊരു പദം പഠിപ്പിക്കുന്നു. എന്താണ്? ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. അപ്പോൾ അത്രമാത്രം ജോയിന്റിങ് ആയി മാറണമെങ്കിൽ വിട്ടുപോകാത്ത ബന്ധം, അറ്റുപോകാത്ത, ചേർത്ത് നിർത്തുന്ന അപ്പനും മകനുമായി ഉള്ള ഒരു ബന്ധത്തിലേക്ക് മാറണമെന്ന് ഇവിടെ യേശു സകല ജനത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അപ്പനോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് മനസ്സിലാക്കി അപ്പാ എന്ന് വിളിക്കാനുള്ള ഒരു പൂർണ്ണ ഫ്രീഡം, സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇവിടെ ഞാൻ സംജാതമാകുകയാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയുന്നു? ഒന്ന് ഹൃദയം തുറന്ന് അബ്ബാ എന്ന് വിളിച്ചാൽ അവിടെ തീരുകയില്ലയോ നമ്മുടെ ദാരിദ്ര്യം? പക്ഷെ തുറക്കണം, ആ രഹസ്യ സ്ഥലം തുറക്കണം.
പക്ഷേ നമ്മളെ ക്രൈസ്തവ സമൂഹങ്ങൾ, സകല ജനതയും ഈ സത്യത്തിലേക്ക് മടങ്ങി വരണം. ഒരുപാട് ദൈവജനം ഈ സത്യം അറിഞ്ഞ് ജീവിക്കുന്നുണ്ട്, ഈ മഹത്വം അറിഞ്ഞ് ജീവിക്കുന്നുണ്ട്, ഈ കൃപ അനുഭവിച്ച് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിൽ അനേകര് ഈ കൃപയുടെ മഹാത്മ്യം തിരിച്ചറിയണം. അതുകൊണ്ട് പ്രശ്നമല്ല ഇവിടെ വലുത്, രോഗമല്ല ഇവിടെ വലുത്, സാമ്പത്തിക ബുദ്ധിമുട്ട് ഇവിടെ അല്ല വലുത്, നീ ഞാനും ഒറ്റപ്പെട്ടു എന്നുള്ളതല്ല ഇവിടെ വലുത്. അതിനപ്പുറത്ത് നിന്നെയും എന്നെയും അറിയുന്ന, ഹൃദയം പങ്കിടുന്ന, ഹൃദയത്തെ സ്പർശിക്കുന്ന, ഹൃദയത്തിന്റെ ചിന്തകളിലേക്ക് കടന്നു വരുന്ന ഒരു പിതാവുണ്ട് എന്നുള്ള മഹാത്മ്യം ഇവിടെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. ഇന്നത്തെ ക്രൈസ്തവ സമൂഹം എവിടെ എത്തി? തിരിച്ചറിയുക. ക്രൈസ്തവ സമൂഹം ഇന്ന് ബൈബിൾ മൊത്തം അരച്ചു കുടിച്ച് പഠിച്ചിട്ടും ആത്മീയം കാണാൻ കഴിയുന്നില്ല, സത്യം കാണാൻ കഴിയുന്നില്ല, ധാർമ്മികത കാണാൻ കഴിയുന്നില്ല, നീതി കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഹബക്കൂക്ക് പ്രവാചകൻ വിളിച്ചു പറയുന്നു, കർത്താവേ, സത്യം അന്യപ്പെട്ടു പോയി, എവിടെയും വക്രത, എവിടെയും ദുർനടപ്പ്, ആത്മീയകരിൽ പോലും ആത്മീയതയില്ല, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ പോലും വിശുദ്ധിയില്ല. എങ്കിലും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു, വിശ്വാസത്തോടെ നീതിമാൻ ജീവിക്കും. സകലതും നഷ്ടപ്പെട്ടാലും, ആരെല്ലാം ഒറ്റിക്കൊടുത്താലും, ആരെല്ലാം അകറ്റി നിർത്തിയാലും വിശ്വാസത്തോടെ നീതിമാൻ ജീവിക്കും. ദൈവത്തെ സ്തുതിച്ചാട്ട്. കാരണം അവന്റെ ഹൃദയത്തിനകത്ത് അബ്ബാ എന്ന് വിളിക്കാനുള്ള ഒരു സ്ഥാനം ദൈവം കൊടുത്തു, പിതാവേ എന്ന് വിളിക്കാനുള്ള ഒരു സ്ഥാനം ദൈവം കൊടുത്തു. അതുകൊണ്ട് അവൻ അകം തുറന്ന് വിളിച്ചു പറയും, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. വാസ്തവത്തിൽ ദൈവത്തിന്റെ പുത്രന്മാര് യാചിക്കേണ്ടുന്ന ഒരു അവസ്ഥയില്ല. അതാണ് മറ്റൊരു സത്യം. ദൈവത്തിന്റെ പുത്രന്മാര് യാചിക്കേണ്ട അവസ്ഥയില്ല. അവർ ധൈര്യത്തോടെ ചോദിക്കാം, അല്ലേ? പുത്രന്മാരൊരിക്കലും പരിഭ്രാന്തരാകണ്ട. അവർക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാം. ദൈവത്തെ പിതാവായിട്ട് അറിയാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. പിതാവേ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ തെരഞ്ഞെടുക്കുന്ന, നിങ്ങളെ മൂടുന്ന, സ്വാഗതം ചെയ്യുന്ന ഒരു ശക്തി ഇവിടെ ഉണ്ട് എന്നല്ലയോ അതിന്റെ അർത്ഥം? നിങ്ങളെ അംഗീകരിക്കുന്ന ഒരുവൻ ഉണ്ട് എന്നല്ലയോ അതിന്റെ അർത്ഥം? നമ്മുടെ ഹൃദയം ഒന്ന് ഉറയ്ക്കണം. ഒറ്റയ്ക്ക് നിന്ന് ജീവിക്കണം, ഒറ്റയ്ക്ക് മുന്നോട്ട് വരണം, ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയണം. ആരും കൂടെ ഇല്ലെങ്കിൽ കൂടെ ഉള്ളവരൊക്കെ നന്നായിരിക്കട്ടെ, പ്രാർത്ഥിക്കുന്നവരൊക്കെ നന്നായിക്കോട്ടെ, ചേർന്നിരിക്കുന്നവരൊക്കെ നന്നായിക്കോട്ടെ. പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നാൽ സ്നേഹിക്കുന്ന, തെരഞ്ഞെടുക്കുന്ന, നമ്മളെ മൂടുന്ന, സ്വാഗതം ചെയ്യുന്ന, നമ്മളെ അംഗീകരിക്കുന്ന ഒരു പിതാവുണ്ട് എന്നുള്ള ആത്യന്തികമായ തിരുവെഴുത്തിന്റെ സത്യ ഹൃദയത്തിൽ സ്പർശിക്കണം. റോമാലേഖനം 8:15 ഒന്ന് വായിച്ചേ. 8:15 എന്താണ് പറയുന്നത്? അതിന് മുകളിൽ ഒരു വാക്യമുണ്ട്, ദൈവാത്മാവിനാൽ നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നു, ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് പറഞ്ഞ ശേഷം പിന്നെ പറയുന്ന ഒരു പദമാണ്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ച. ഇതൊന്നൊന്നും മനസ്സിലാക്കണം. ഈ സത്യം ഗ്രഹിച്ചവൻ പിന്നെ അതിരുമാന്തം പോകത്തില്ല, പിന്നെ കൈക്കൂലി മേടിക്കാൻ പോകത്തില്ല, പിന്നെ അവൻ പണത്തിന് വേണ്ടി അങ്ങ് വല്ലാതെ അങ്ങ് ആഗ്രഹിച്ച് അങ്ങ് ദ്രവ്യാഗ്രഹം മൂത്ത പണം ഉണ്ടായിട്ടും പിന്നെ പണം എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരത്തില്ല. നിങ്ങൾ ആദ്യം നമുക്ക് അതാ മനസ്സിലാക്കേണ്ടത്. നമുക്ക് രൂപാന്തരം ഉണ്ടാകണം, നമ്മൾ നന്നാകണം. കാരണം ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ലോകത്തോട് വെറുക്കാൻ തോന്നും, മോഹത്തോട് വെറുക്കാൻ തോന്നും, ലോകത്തിന്റെ താല്പര്യങ്ങളോട് വെറുക്കാൻ തോന്നും. കാരണം ഇവിടെ ദൈവത്തിന്റെ ആത്മാവിലേക്ക് മനുഷ്യൻ മാറുകയാണ്. ദൈവാത്മാവുള്ളവൻ ദൈവത്തിന്റെ മക്കളാണ്, അവർ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നു. എന്നാൽ ഇവിടെ ദൈവവചനം പറയുന്നത് ശ്രദ്ധിക്കൂ പ്രിയരെ, നമ്മൾ ഭയപ്പെടാൻ പാടില്ല, മനുഷ്യരെ കണ്ടു ഭയപ്പെടാൻ പാടില്ല. പക്ഷെ നമ്മൾ ഭയപ്പെടണം.
ആരെയാണ്? ദൈവത്തെ. നരകത്തിലേക്ക് തള്ളിയിടുന്ന നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ദേഹത്തെയും ദേഹിയെയും നരകത്തിലേക്ക് തള്ളിയിടുന്നവനെ ഭയപ്പെടണം. എന്നിട്ട് തിരുവടുത്ത് പറയുന്നു, ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല നമുക്ക് തന്നിരിക്കുന്നു. പറഞ്ഞാൽ ഒരു അടിമയുടെ സ്ഥിതിവിശേഷമല്ല, ഒരു അടിമയുടെ ആത്മാവിനെ അല്ല ഇവിടെ ദൈവം തന്നിരിക്കുന്നു. പിന്നെയോ പുത്രത്വത്തിന്റെ ആത്മാവ്, മകനും മകളും എന്നുള്ള പദവിയിലേക്ക് മാറി. എന്താണ് പറയുന്നത്? അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്ന ആ ഒരു ആത്മാവിലേക്ക് ദൈവം നയിച്ചു. അപ്പം ഭൗമിക പരിമിതികളിൽ ബന്ധിതനാകാതെ നമ്മുടെ ഹൃദയം പരമാധികാരിയിലേക്ക് മടങ്ങി വരുവാൻ, ദൈവത്തിന്റെ ശാശ്വത നിവാസത്തിലേക്ക് മടങ്ങി വരുവാൻ, ദൈവം ഇരിക്കുന്ന ഇരിപ്പിടമായ സിംഹാസനത്തിലേക്ക് മടങ്ങി വരുവാൻ, നമ്മുടെ ഹൃദയം ഭൂമിയിലുള്ള മക്കളോടൊപ്പം ആകാതെ ദൈവത്തിന്റെ മക്കളോടൊപ്പം ആകുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാൻ ഇവിടെ ദൈവം ആവശ്യപ്പെടുകയാണ്. എത്ര ശക്തമായ, ധീരമായ, വിശ്വാസമായ, വിശ്വസനീയമായ ഒരു അടുപ്പത്തിലേക്കാണ് മാറുന്നത്. നമ്മൾ ഒറ്റ സെന്റൻസിൽ എത്തിയിട്ടുള്ളൂ ഈ പിതാവ് എന്നുള്ള വിഷയത്തെ. പിതാവെന്ന് വിളിക്കുന്ന ഹൃദയത്തിന്റെ ഒരു തിളപ്പുണ്ടല്ലോ, ആ തിളപ്പ് ദൈവം ഇവിടെ കൊതിക്കുകയാണ്. ഹൃദയത്തിനകത്തു നിന്ന് ആ തിളക്കണം. സ്വർഗത്തിലെ പിതാവിനെ അവന്റെ വിശുദ്ധി കണ്ട്, അവന്റെ മഹത്വം കണ്ട്, അവന്റെ അധികാരവും ശക്തിയും വൈഭവവും കണ്ട്, അവന്റെ മഹാത്മ്യം കണ്ട് ഹൃദയത്തിനകത്തു നിന്ന് പുറപ്പെടണം. അപ്പാ, പിതാവേ എന്നുള്ള ശബ്ദം. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? പെട്ടെന്ന് ഒറ്റയടിക്ക് സ്വർഗത്തിനായ പിതാവേ ഞങ്ങളെ രക്ഷിക്കണമേ, നിന്നെ അംശീകരിക്കണമേ എന്നൊക്കെ പറഞ്ഞ് കാണാപ്പാടം പോലെ ആമെ പാഠിച്ചു വെച്ചത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും തെലുങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത് അംഗീകരിക്കപ്പെടുമെന്ന്? അത്രമാത്രമേ ഉള്ള ഒരു നിലപാടേ ഉള്ളൂ ഞാനും നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധം. നമ്മൾ ദൈവത്തെ കാണുന്നത് എങ്ങനെയാണ് പറഞ്ഞാണ്ട്? നമ്മൾ ദൈവത്തെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഞായറാഴ്ച മാത്രം കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം? ഏതെങ്കിലും ഒരു ഉപവാസ പ്രാർത്ഥന വരുമ്പോൾ മാത്രം കാണേണ്ട ഒരു ദൈവമാണ് നമ്മുടെ ദൈവം? നമ്മുടെ ശ്വാസം എത്രമാത്രം നമ്മുടെ കൂടെ ഉണ്ടോ അതേപോലെ കൂടെ നിൽക്കേണ്ടുന്ന ഒന്നാണ് ഈ പ്രാർത്ഥന. ഏതു പ്രാർത്ഥന? രഹസ്യ സ്ഥലത്തുള്ള പ്രാർത്ഥന. ഞാൻ പറയുന്ന പദം അതുപോലെ കേൾക്കണം. രഹസ്യ സ്ഥലത്തുള്ള പ്രാർത്ഥന. എവിടെയാ രഹസ്യ സ്ഥലം? രഹസ്യ അറ എവിടെയാ? അത് കണ്ടുപിടിക്കാനാണ് ഈ വചനം ഇവിടെ വെച്ചേക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് സംസാരിക്കാൻ നാവുണ്ട്, കാണാൻ കണ്ണുണ്ട്, കേൾക്കാൻ ചെവിയുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് കേൾക്കുന്നതും കാണുന്നതും സംസാരിക്കുന്നതുമായ മറ്റൊരു ഹൃദയമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കാർഡിയോളജിസ്റ്റിന് നമ്മുടെ ഭാഗ്യമായ ഭാഗ്യമായ ഹൃദയത്തെ അവർക്ക് അറിയത്തുള്ളൂ. ഒരു ന്യൂറോളജിസ്റ്റിന് അവന് നമ്മുടെ ഭാഗ്യമായ ഞരമ്പിനെ അറിയത്തുള്ളൂ. ഈ ലോകത്തിലെ ഡോക്ടർമാർക്ക് നമ്മുടെ ശരീരത്തിലുള്ള വേദങ്ങളെ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആന്തരികമായ ഒരു മനുഷ്യൻ, വിദ്വരീയ മനുഷ്യൻ, രഹസ്യ മനുഷ്യൻ എന്ന് പറയുന്ന ആ രഹസ്യ മനുഷ്യനെ കണ്ടുപിടിക്കണം. ആ രഹസ്യ മനുഷ്യൻ സംസാരിക്കും, ആ രഹസ്യ മനുഷ്യൻ കാണും, ആ രഹസ്യ മനുഷ്യൻ ചിന്തിക്കും. അതുകൊണ്ടാണ് ലാസർ സ്വർഗത്തിൽ അബ്രഹാമിന്റെ മടിയിലിരിക്കെ, ധനവാൻ നരകത്തിൽ ഇരിക്കുമ്പോഴും, തീക്കകത്ത് വെന്തുരുകുന്ന തിളച്ചു മറിയുന്ന തീക്കകത്തിരിക്കുമ്പോഴും, ചാകാത്ത പുഴുകിനകത്തിരിക്കുമ്പോഴും അവൻ കാണുന്നു. എന്താ കാണുന്നത്? അബ്രഹാമിന്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത്. അവൻ സംസാരിച്ചു തുടങ്ങി. ആ ലാസറിനെ ഇങ്ങോട്ടൊന്ന് വിടണം, അവന്റെ പെരുവിരലിൽ നിന്ന് ഒരൊറ്റ വെള്ളം എനിക്ക് തരണം. വിശുദ്ധ കാര്യങ്ങൾ എല്ലാവരും ദൈവത്തെ തുരിച്ചാട്ടെ. രഹസ്യ അറ കണ്ടുപിടിക്കണം. ഓക്കെ, രഹസ്യ അറയിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ദൈവത്തെ കണ്ടുമുട്ടാൻ ഇടയാകുന്നത്. അതുകൊണ്ടാണ് ഈ സുവിശേഷ ഭാഗത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞതുപോലെ, നമ്മളോട് ദൈവം ഗ്രഹിപ്പിച്ചതുപോലെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണമെന്ന് പറയുന്നത്. അപ്പൊ രഹസ്യ തലത്തിൽ നിന്നുള്ള നിലപാടാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. രഹസ്യ അറ. ഇവിടെ ദൈവവചനം പറയുന്നു, മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഹൃദയത്തെ സ്വതന്ത്രമാക്കണം. ഹൃദയത്തിനകത്തേക്ക് കടന്നു വരുന്നു. ആര് വരുന്നു? വെളിപ്പാട് പുസ്തകത്തിൽ എന്താണ് പറയുന്നത്? ഞാൻ വാതിക്കൽ വന്നു മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് ഹൃദയം തുറന്നാൽ, വാതിൽ തുറന്നാൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് വാതിലാ തുറക്കേണ്ടത്?
ഏത് ഹൃദയമാണ് തുറക്കേണ്ടത്? ആത്മാവായ ദൈവം ആത്മാവായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. രാത്രിയും പകലും വസിക്കണം. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വസിക്കണം. നമ്മൾ കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും വസിക്കണം. നമ്മുടെ ഓരോ നടപ്പിലും, ഓരോ ചിന്തയിലും, ഓരോ പ്രവൃത്തിയിലും വസിക്കണം. ആര് വസിക്കണം? ദൈവം വസിക്കണം. ആത്മാവ് വസിക്കണം. ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പോൾ ഈ ഹൃദയ അറ എന്താണ്? രഹസ്യ അറ എന്താണ്? രഹസ്യ അറയുടെ നിലപാട് എന്താണ്? അത് വ്യക്തമാക്കണം. അത് വ്യക്തമാക്കിയിട്ട് വേണം നാം വിളിച്ചു പറയേണ്ടത്, അപ്പോ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്ന ആ രഹസ്യ അറയിൽ നിന്ന് വിളി ഉയരണം. ആ രഹസ്യ അറയിൽ നിന്ന് വിളി ഉയരുമ്പോഴാണ് ക്യാൻസർ രോഗികൾ സൗഖ്യമാകുന്നത്. ആ രഹസ്യ അറയിൽ നിന്നുള്ള വിളി ഉയരുമ്പോഴാണ് എയ്ഡ്സ് സൗഖ്യമാകുന്നത്. ആ രഹസ്യ അറയിൽ നിന്നുള്ള വിളി ഉയരുമ്പോഴാണ് പാരലൈസ്ഡവരൊക്കെ എഴുന്നേറ്റ് പോകുന്നത്. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് ഉച്ചത്തിൽ വിളിച്ചത് അവന്റെ ഭാഗ്യ ശബ്ദമല്ല, അവന്റെ രഹസ്യ അറയിൽ നിന്നുള്ള നിലവിളിയാണ്. അവന്റെ രണ്ട് കണ്ണും അങ്ങ് തുറന്നു കിട്ടിയെന്നേ. ഹൃദയത്തിലെ കണ്ണും തുറന്നു, ഭാഗ്യമായി കണ്ണും തുറന്നു. ഇന്ന് അത്ഭുതം ദൈവം ചെയ്യുമോ ഇല്ലയോ? യെസ് ഓർ നോ? ദൈവം നമ്മുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തുമോ? യെസ് ഓർ നോ? ദൈവം നമ്മുടെ ശൂന്യത മാറ്റുമോ? യെസ് ഓർ നോ? ദൈവം നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ പ്രകാശിക്കുമോ? ദൈവം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുമോ? നമ്മുടെ ഹൃദയത്തിന്റെ രഹസ്യ നിലപാട് വ്യക്തമാക്കണം. രഹസ്യ അറ തുറക്കണം. ഈ രഹസ്യ അറയിലേക്ക് ആത്മാവായ ദൈവം കടന്നു വരണം. അവിടെ ഒരു കൂടിക്കാഴ്ച കൊണ്ട് അവിടെ ഒരു അത്യന്ത സ്ഫോടന സംഭവം, ശക്തി വെളിപ്പെടും. ഇതുവരെ അനുഭവിക്കാത്ത മഹത്വം അവിടെയാണ് സംജാതമാകുന്നത്.